പ്രശാന്തേട്ട, പശ്ചിമ ബംഗാളിൽ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു. നമ്മൾ ഇലക്ഷന് മുമ്പ് കരുതിയിരുന്നത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് BJP ശക്തമാണ്, BJP ഇത്തവണ 30-35 സീറ്റ് വരെ ലോക്സഭയിലേക്ക് നേടും എന്നുള്ളതായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നേരെ തിരിച്ചാണ്. 9 സീറ്റിൽ BJP ഒതുങ്ങുകയും മമതാ ബാനർജി പഴയതിനേക്കാൾ ശക്തയായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ്. അതായത് ഈ സന്ദേശ് കലി ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ നടന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ അവർ തൂത്തുവാരി കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോഴും മമതാ ബാനർജി കരുത്തയാണ്, അവരെ ഇപ്പോഴെങ്ങും വീഴ്ത്താൻ പറ്റത്തില്ല എന്നുള്ള ഒരു ചിന്ത ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നു. ഇവിടെ BJP അതിന് തൊട്ടു മുമ്പ് 18 സീറ്റ് തൊട്ടു മുമ്പുള്ള ലോക്സഭാ ഇലക്ഷനിൽ പിടിച്ചാണ്. അതാണിപ്പോൾ നേർപകുതിയായത്. അപ്പോൾ എന്താണ് BJPക്ക് പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നത്? BJPക്ക് ഇങ്ങനെ പോയാൽ ഇനിയും BJP ഇല്ലാതാവും. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. പശ്ചിമ ബംഗാൾ BJP ഇല്ലാതാവും. കാരണം BJP അവിടെ ഉണ്ടായി വന്നതാണല്ലോ. BJP ഇല്ലാതിരുന്ന ഒരു സംസ്ഥാനത്ത് CPM നശിച്ചു, കോൺഗ്രസ് നശിച്ചു. ആ ഗ്യാപ്പിൽ BJP വന്നു. CPM-ലെ വലിയ ശതമാനം ആളുകൾ BJP-ക്കകത്ത് പോയി. അവിടുത്തെ പാർട്ടി ഓഫീസ് പോലും BJP ഓഫീസുകളായി മാറി. ഇപ്പം BJP അവിടെ നല്ലൊരു സംവിധാനത്തിൽ നിൽക്കുകയാണ്. ശരിക്കും BJP അധികാരത്തിൽ വരുന്ന കരുത്തിലേക്ക് BJP നിൽക്കുകയാണ്. പക്ഷേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. ശരിക്കും അത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിലല്ല എന്ന് പറയുമ്പോൾ 2014 എനിക്കൊന്ന് 2 സീറ്റാണ് BJPക്ക്. അതിനോടടുത്തുള്ള നിയമസഭാ ഇലക്ഷനിൽ 3 സീറ്റ്, നിയമസഭയിൽ 3 സീറ്റ്. അതിനുശേഷം 2019 വരുമ്പം അത് 19 സീറ്റിലേക്ക് വന്നു. 19 സീറ്റിലേക്ക് വന്നു. അതിനുശേഷം ഇപ്പോൾ 2024 9 സീറ്റായി. അതിന് ശേഷമുള്ള 2021 നിയമസഭാ സീറ്റിൽ 77 അന്ന് ഭരണത്തിലും വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു ഭരണത്തിൽ വരാൻ സാധിക്കും. പക്ഷേ പ്രതിപക്ഷത്തേക്ക് ഇത്രയും സീറ്റ് കൊണ്ട് കടന്നു വരികയാണ് ഒന്നുമില്ലാത്ത പശ്ചിമ ബംഗാൾ. ഇത് വളരെ പശ്ചിമ ബംഗാളിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJP ഇല്ലാത്തൊരു സ്ഥലം, മറ്റു പാർട്ടിയിൽ നിന്ന് BJP ഉണ്ടായി വന്ന സ്ഥലം. അവിടെ RSS ഇല്ല, ബേസിക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. RSSൽ കൂടി വരുന്ന BJPയും ഒരു പാർട്ടിയിൽ നിന്നും പരിണാമത്തിൽ കൂടുന്ന BJP ഉണ്ട്. പല പാർട്ടികളും അതെ ഒരു പാർട്ടി കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരുത്തം BJP ആവുന്നു, CPM-കാരനായിട്ടുള്ള ഒരുത്തം BJP ആയും, അടിസ്ഥാനപരമായിട്ട് BJP ആയിട്ടിരിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് എപ്പോൾ വേണേലും തിരിച്ചു പോവാം. ജോൺ പറഞ്ഞ മനസ്സിലായി. ഈ കോൺഗ്രസിൽ നിന്ന് വന്ന BJP വീണ്ടും കോൺഗ്രസിലേക്ക് പോവാം, CPM-ൽ നിന്ന് വന്ന BJP വീണ്ടും ആ BJP-കാരൻ CPM-ലേക്ക് പോവാം. ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഈ തരത്തിലാണ് പോകണമെങ്കിൽ അത് തന്നെ സംഭവിക്കും. പശ്ചിമ ബംഗാളിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വളരെ കാലം കോൺഗ്രസ് ഭരിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ ആ സംസ്ഥാനം പോയാൽ ദീർഘകാലം, അതായത് എടുക്കുന്ന ബിംബത്തെ പെട്ടെന്നൊന്നും താത്വയ്ക്കത്തില്ല. അവർ മാക്സിമം നോക്കിയിട്ട് അവർക്ക് അത് കഴിഞ്ഞിട്ട് അവജ്ഞയോടുകൂടി തള്ളുന്ന ഒരു സ്വഭാവമുള്ള സംസ്ഥാനമാണ്. അതിനുശേഷം 10-35 കൊല്ലം CPM ഭരിച്ചു. CPM-ന്റെ അപ്രമാദിത്യമായിരുന്നു. CPM-നെ വെറുത്താണ് CPM-ന്റെ മോശം പ്രവർത്തികൾ പ്രചാരണമാക്കി ആണ് നമ്മുടെ മമതാ ബാനർജി അധികാരത്തിൽ വരുന്നത്. അറിയാമല്ലോ, മറ്റേ നന്ദിഗ്രാം കൃഷിഭൂമിയുടെ ഒക്കെ വിഷയം. ഇപ്പം മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോൾ CPM കാണിച്ച എല്ലാ കൊള്ളരുതായ്മകളുടെയും അതേ പടം മമതയുടെ കീഴിൽ കാണിക്കുന്നുള്ളേ ഉള്ളൂ. അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരേണ്ട, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും ഇതായിട്ട് കാണുന്ന ഒരു സംസ്ഥാനമാണല്ലോ പശ്ചിമ ബംഗാളിൽ. ഏത് ജനാധിപത്യ സംവിധാനത്തെയാണ് ഈ മമതാ ബാനർജി അനുകൂലിക്കുന്നത്? കോടതി വിധി കഴിഞ്ഞ ദിവസം മുസ്ലിങ്ങൾക്ക് എതിരെ ഒരു കോടതി വിധി വന്നല്ലോ, 5 ലക്ഷം മുസ്ലിങ്ങൾ സംവരണത്തിന്റെ. അവരന്നേരം പറഞ്ഞില്ലേ ഞാൻ കോടതി വിധി അംഗീകരിക്കത്തില്ലെന്ന്. ED അവിടെ 10,000 കോടി രൂപയുടെ അഴിമതി നടത്തിയ ഷേഖ് ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പം ED അടിക്കുന്ന അവസ്ഥ ഉണ്ടായില്ലേ. NIA അവിടെ ഒരു കേസ് അന്വേഷിക്കാൻ ചെന്നപ്പോൾ NIA-യുടെ പേരിൽ പെണ്ണുകേസ് ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഏത് സംസ്ഥാനത്ത് നടക്കും? ഇപ്പൊ ഏറ്റവും അവസാനം ഗവർണർ അവിടെ കൃത്യമായ അവരുടെ ഭരണത്തിനകത്തുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുകയും അഴിമതി ചൂണ്ടിക്കാണിക്കുകയും അക്രമം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ അയാൾക്കെതിരെയും സ്ത്രീകളെ വെച്ചുകൊണ്ട് കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ 3-4 കേസായി. ഗവർണർ ആയതുകൊണ്ട് അവിടെ കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേ രീതിയിൽ ഏത് മോശം അവസ്ഥയിലും അവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെക്കെതിരെ രാഷ്ട്രീയം പ്രയോഗിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ചെയ്യുമ്പോഴും ജനമില്ല. ഇനി അതാ വോട്ട് ചെയ്യുന്നു, സ്ത്രീകൾ വോട്ട് ചെയ്യുന്നു, ഒന്നുമില്ല. അതാ ഇനി പറയാൻ പോകുന്നത് ജനമില്ലെന്ന്. അവിടുത്തെ വോട്ടിംഗ് നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവിടെ വോട്ടിംഗ് എങ്ങനെ നടക്കുന്നറിയോ? അവിടെ വോട്ടിംഗ് നടക്കുന്നതിനകത്ത്
രാവിലെ ഒരു 12 മണി വരെ മമതാ ബാനർജിയുടെ ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ ആയതുകൊണ്ട് നേരത്തെ ബൂത്ത് പിടിച്ചെടുക്കുന്ന സംവിധാനമായി. അതിനുശേഷം തലേന്ന് അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പ് ഓരോ നിയമസഭാ മണ്ഡലമായാലും ലോക്സഭാ മണ്ഡലമായാലും അവിടുത്തെ ഈ മമതയ്ക്ക് ബോധ്യമില്ലാത്ത വോട്ടർമാരുടെ മൊത്തവും തിരിച്ചറിയൽ കാർഡ് കളക്ട് ചെയ്യാറുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കളക്ട് ചെയ്യാറുണ്ട്. കളക്ട് ചെയ്തിട്ട് ഈ തിരിച്ചറിയൽ കാർഡും കൊണ്ട് അതാത് ബൂത്തുകളിൽ പോയി ഉദ്യോഗസ്ഥന്മാരിരിക്കുന്നതും പോലീസും എല്ലാം മമതയുടെ കൺട്രോളാണ്. അല്ലാത്തവർക്കൊന്നും അവിടെ നിലനിൽപ്പില്ല. അവർ വോട്ട് ചെയ്താൽ പോകുന്നത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ എത്ര 28 സീറ്റ് BJP കിട്ടുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എങ്ങനെയായി? എല്ലാ ദിവസവും അവിടെ അടിയല്ലായിരുന്നു. എല്ലാ ദിവസവും അവിടെ അടിയായിരുന്നല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് പോലും സമാധാനപരമായിട്ട് അവിടെ നടന്നിട്ടില്ലല്ലോ. അതായത് മമതാ ബാനർജി ഭരിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ സഹായത്തോടു കൂടിയാണ്. അതായത് തീർത്തും പശ്ചിമ ബംഗാളിൽ ഇപ്പം ബംഗ്ലാദേശിൽ നിന്ന് കയറുന്ന മുസ്ലിം തീവ്രവാദികൾ, അത് CPM-ന്റെ കാലത്താണ് തുടങ്ങി വെച്ചത്. മുസ്ലിം തീവ്രവാദികൾ ഞാനതാണല്ലോ ജോണെ പറഞ്ഞത്. CPM-ന്റെ കയ്യിൽ നിന്ന് ഭരണം മാറി കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തുണ്ട്. കോൺഗ്രസ് പിന്നെ ഡോക്ടർ സിദ്ധാർത്ഥ ശങ്കർ റോയ്, അദ്ദേഹമാണ് അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. അദ്ദേഹം ഭരിക്കുമ്പോഴും CPM-കാരെ മാരകമായി അടിച്ചൊതുക്കിയിട്ടാണ് അടിച്ചൊതുക്കി. പക്ഷേ എന്നാലും ഇതുപോലെ ഇസ്ലാമിസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങൾ കയറുന്നു. ആ മുസ്ലിങ്ങളെ അവിടെ പാർപ്പിക്കുന്നു. അതിർത്തി ഗ്രാമങ്ങളിലുള്ള അല്ലെങ്കിൽ ഉൾപ്പെടെ അവിടുത്തെ കയറിയിട്ട് വേറെ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ അവിടുന്ന് പാലായനം ചെയ്യിക്കുകയാണ് പശ്ചിമ ബംഗാൾ. പറഞ്ഞ മനസ്സിലായില്ലേ? അതിർത്തിയിലൊന്നും കാശ്മീരിലെ വിട്ട് ഇപ്പോൾ ഹിന്ദുക്കളില്ല. ഹിന്ദുക്കളുടെ വീട് കയ്യേറോ സ്വത്ത് കയ്യേറോ അവിടെ കയറി താമസിക്കുക, ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറിയിരിക്കുകയാണ് മമതാ ബാനർജി. 6-7 സംസ്ഥാനത്തിൽ അപ്രമാദിത്വമായി മുസ്ലിങ്ങളുടെ. അതായത് അവിടുത്തെ മുസ്ലിങ്ങളല്ല, അവിടുത്തെ മുസ്ലിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളല്ല, ബംഗ്ലാദേശിൽ നിന്ന് കയറുന്ന മുസ്ലിങ്ങളെ ഗുണ്ടകളായിട്ട് ഉപയോഗിക്കുക. എന്തും ചെയ്യാൻ കരുത്തുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളവരുമാണ്. അവർക്ക് ഐഡൻറ്റി കാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൊടുക്കുക, ആധാർ കാർഡ് കൊടുക്കുക. ഇങ്ങനെ ഇന്ത്യയിലേക്ക് വേറെ രാജ്യത്തു നിന്നുള്ള തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരെ കയറ്റി വിട്ടിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന അവസ്ഥയിലേക്ക് ഇതിനൊരു ഭരണാധികാരി കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു കാര്യം നമ്മൾക്ക് പറയാനുള്ളത്, ഇത്രയും മോശമായ ഒരു ഭരണാധികാരിയെ പിന്തുണയ്ക്കാനില്ല എന്ന് പറഞ്ഞ് BJPക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കാതെ പോകുന്ന BJPയുടെ നിലപാടും ശരിയല്ല. കാരണം പശ്ചിമ ബംഗാളിൽ 2-ൽ നിന്നും ഈ പറഞ്ഞതുപോലെ 77-ലേക്കും 2-ൽ നിന്നും 19-ലേക്കും ഒക്കെ അവിടുത്തെ ആൾക്കാർ വോട്ട്, ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് അവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്ത് BJPയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഇപ്പം തന്നെ BJPക്ക് ഓരോ ഇലക്ഷനും കഴിഞ്ഞാൽ BJP പ്രവർത്തകർക്ക് നിലനിൽപ്പില്ലാതെ വരുന്ന അവസ്ഥ. ജോണറെ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞല്ലോ, എത്ര ദിവസമായി ഇതുവരെ BJP പ്രവർത്തകർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ വയ്യ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച BJP പ്രവർത്തകരുടെ എല്ലാം വീട്ടിൽ അന്ന് തുടങ്ങി അടിയാ. ഇലക്ഷൻ റിസൾട്ട് നടന്ന അന്ന് തുടങ്ങി അടിയാ. ഇന്നലെ മെനഞ്ഞാന്ന് കോടതി ഇടപെട്ടിരിക്കുക. ഇന്ന് ചൊവ്വാഴ്ച വരെ സമയം കൊടുത്തിരിക്കുകയാണ്. 859 കേസാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കുന്നത്, അക്രമം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കൊടുത്ത കേസുകളൊന്നും പോലീസ് എടുക്കുന്നില്ല. പോലീസും തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളും കൂടെ ചേർന്നാണ് BJP പ്രവർത്തകരെ ആക്രമിക്കുന്നത്. ഒരു നമ്മുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സഞ്ജയ് ബേഡ് എന്ന് പറയുന്ന ഒരു BJP പ്രവർത്തകനെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് ഇടിച്ചു വന്നു. എന്നിട്ട് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞേക്കോ, കേസെടുക്കാൻ പറഞ്ഞേക്കോ. അതുപോലെ തന്നെ വേറെ ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ കൊല്ലാൻ വേണ്ടി തിരക്കി ചെന്നു. അയാളുടെ പേര് ശശാങ്ക് മെദയെ. തിരക്കി ചെന്നപ്പോൾ പയ്യനില്ല, പയ്യന്റെ അച്ഛനെ കൊന്നുവെച്ചു പോകുന്നു. പോലീസ് അച്ഛനെ തല്ലിക്കൊന്നുവെച്ചു പോകുന്നു. 25 പേര് കൂടി അച്ഛനെ തല്ലിക്കൊന്നുവെച്ചു പോകുന്നു. ഇതാണ് പശ്ചിമ ബംഗാൾ നടക്കുന്നത്. പക്ഷേ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന BJPയുടെ, അല്ലെങ്കിൽ BJPക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ. കേന്ദ്രസേന അവിടെ ഇറക്കിയിരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ്, കേന്ദ്രസേന നാളെ ബുധനാഴ്ചയ്ക്കപ്പുറം അവിടെ പോകരുത്, മൊത്തം കേസ് എടുക്കാൻ പറഞ്ഞേക്കോ. പോലീസിനെ വിളിച്ചു വരുത്തി. ഈ പയ്യനെ കൊന്നതിനും കേസ് ഇതുവരെ എടുത്തിട്ടില്ല, കേസെടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് അവിടെ പോലീസും ഭരണ സംവിധാനവും തൃണമൂൽ ഗുണ്ടകളും കൂടി അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ BJPക്കകത്ത് നിൽക്കുന്ന ഹിന്ദുക്കൾ എന്താണ് BJP അപ്പോൾ ഇതിന് ശക്തമായിട്ട് അതാണ് നമുക്കറിയേണ്ടത്. ഞാനീ പറയാൻ പോകുന്നത്, BJP ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്നവരെ പോലും നമ്മൾക്ക് ശത്രുവായിട്ടുള്ളവരെ കൊന്ന് തള്ളുന്നിടത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പശ്ചിമ ബംഗാൾ BJPയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നിരന്തരം കൊല്ലുകയും ആ പാർട്ടി സംവിധാനം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിയും ഗുണ്ടകളെ എന്തുകൊണ്ട് BJPയുടെ നേതൃത്വം കണ്ടില്ല നടിക്കുന്നു?
ഞാനീ പറഞ്ഞത് ഒരു 42 സീറ്റുള്ള ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് BJP ഉടലെടുത്ത് വരികയാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ആ സംസ്ഥാനത്തിൽ ഇത്രയും മുന്നേറ്റത്തിൽ വന്ന് 2019 സീറ്റിൽ നിന്ന് ഇപ്പം 9 സീറ്റിലേക്ക് മാറി. പറഞ്ഞ മനസ്സിലല്ലേ? ഇപ്പം അത് ജനാധിപത്യ സംവിധാനത്തിനകത്ത് കൃത്യമായ തകരാറുണ്ട്. ഈ ആളുകൾക്ക് താല്പര്യമുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അത് കാശ്മീരിലൊക്കെ നടന്നുകൊണ്ടിരുന്ന അവസ്ഥ. വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, വോട്ട് ചെയ്യാൻ ചെല്ലുന്നതിനെ അടിക്കും, അവരുടെ ആൾക്കാർ മാത്രം വോട്ട് ചെയ്യാൻ മതി, ഈ ഒരു അവസ്ഥ. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നിന്നും ആ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തേണ്ട കടമ ഇവിടുത്തെ സംവിധാനങ്ങൾക്കില്ലേ? പട്ടാളത്തിനെ വെക്കണം, അല്ലെങ്കിൽ CRPF-കാരെ വെക്കണം. കേന്ദ്രസേന ചെന്നിട്ട് കേന്ദ്രസേനയ്ക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസ് നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ കേന്ദ്രസേന പോകുന്നത്? പിന്നെന്തിനാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്ലെങ്കിൽ ഇത് കണ്ടില്ലെന്നടിക്കുകയും അല്ലെങ്കിൽ പരാജയപ്പെടുന്നത് ബംഗാളിൽ മാത്രമാണ്. അമിത്ഷാ ബംഗാളിൽ പരാജയപ്പെടുന്നതാണോ എന്ന് ഞാൻ ചോദിക്കുന്നത്. എന്തോ എങ്ങനെ പരാജയപ്പെടുന്ന പറയുന്നത്? ഒരു സംവിധാനം ഇറങ്ങിയാൽ മമത BJP-യിൽ അലയൻസ് ആകുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ലേ, എനിക്കതിനെ പറ്റി അറിയത്തില്ല. പക്ഷേ ഏതൊരു കാരണമായാലും ജോണെ ഒരു പാർട്ടി സംവിധാനത്തിന് വേണ്ടി ആ പാർട്ടിയെ വിശ്വസിച്ച് അതിൻ്റെ കൂടെ നിന്ന് പൊരുതുന്നവരെ അവൻ്റെ വീടും സംവിധാനവും ഇല്ലാതെ ഈ സന്ദേശ് കാലിയുടെ കൂട്ട് പെണ്ണുങ്ങളെ വയറ്റി പിടിച്ചുകൊണ്ട് പോവുക, കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുക, വീട് തല്ലിപ്പൊട്ടിക്കുക, തീയിടുക, അല്ലെങ്കിൽ കൊല്ലുക, കെട്ടിത്തൂക്കുക എന്നൊക്കെ പറയുമ്പോഴേ ആ പാർട്ടി സംവിധാനത്തിനോട് വണ്ടി നിൽക്കുന്നത് കൊണ്ടല്ലേ സംഭവിക്കുന്നത്. അവരുടെ കൂടി അവർക്ക് സംഭവിക്കത്തില്ലല്ലോ. അതിനെ സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിക്കാരൻ്റെ ആണെങ്കിലും ആ പാർട്ടിക്കാരൻ സംരക്ഷിക്കേണ്ടത്. ഇത്രയും സംവിധാനത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യം 10 കൊല്ലം കൊണ്ട് ഭരിക്കുകയും കരുത്തുള്ള ഒരു പ്രസ്ഥാനമാകുമ്പോൾ ആ പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല? ഒരു കാര്യം ഞാൻ പറയാം, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൽ BJP ഒന്നേയും തുടങ്ങേണ്ടി വരും. കാരണം പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഈ കണ്ടേക്കുന്നത് 19-ൽ നിന്ന് 9-ലേക്ക് പോയത് അവിടുത്തെ സംവിധാനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. അവിടെ നിൽക്കുമായിരുന്നു ആ സ്ത്രീ, അവിടുന്ന് മാറാതെ. എല്ലാവരും പറഞ്ഞു BJP ഈ പ്രാവശ്യം അപ്രമാദിത്വത്തിൽ വരും, 30 സീറ്റ് വരെ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ സർവേയും കാര്യങ്ങളും എല്ലാം അങ്ങനെയായിരുന്നു. അവസാനം വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള BJP-ക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്, ഗുണ്ടായുസത്തിൽ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത്, ഇനി ആരെങ്കിലും നാളെ കാലത്തെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അവരെ കൂടി പേടിപ്പിച്ച് ഈ BJP സംവിധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. കാരണം അവിടുത്തെ ഓരോ കാര്യത്തിനും ഹൈക്കോടതി ഇടപെടേണ്ടതായിട്ട് വരുന്നു. ഇപ്പോൾ ഈ കൊലപാതകങ്ങൾക്ക് ഞാനീ പറഞ്ഞില്ല, ഒരു മകനെ തിരക്കി ചെന്ന് അച്ഛനെ കൊന്ന കൊലപാതകം കേസെടുക്കണമെന്ന് പറയണമെങ്കിൽ ഹൈക്കോടതി വേണ്ടി വരുന്നു. അല്ലെങ്കിൽ നേരത്തെ ഒരുത്തനെ പോലീസ് പിടിച്ചുകൊണ്ട് തല്ലിക്കൊന്നതിന് കേസെടുക്കണോ ഹൈക്കോടതി. സാധാരണ വ്യക്തിത്വങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്താൽ അത് BJP-കാരനാണെങ്കിൽ കേസെടുക്കാതെ വരുന്നു. അതാണ്ട് 1000 കേസോളം ഇപ്പം പെൻഡിങ് നിൽക്കുക. അതിൽ കോടതി ഇടപെട്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ഹൈക്കോടതി ഇടപെട്ടാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ അവർ ഇതേ രീതിയിലുള്ള സംവിധാനമാണ്. അതായത് ഇസ്ലാമിസ്റ്റുകൾ, തീവ്രവാദികളുടെ വിളയാട്ടം. അത് അതിനകത്തെന്ന് പറഞ്ഞാൽ വലിയൊരു കൊണ്ട് 2 പാർട്ടിക്കാർ, നമുക്ക് നമ്മുടെ നാട്ടിലും പാർട്ടിക്കാർ തമ്മിലുള്ള അടിയൊക്കെ ഉണ്ട്. ഇത് പാർട്ടിക്കാർ വർഗീയമായിട്ടുള്ള അടിയാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം വേറൊരു സമുദായത്തെ കാണുമ്പം തീവ്രമായ വർഗീയമായിട്ടുള്ള ഈ പാർട്ടി അതിന് ഉപയോഗിക്കുക. ഇവിടെ ചില നമ്മൾ പറയാറില്ലേ, ചില കാര്യങ്ങൾ ചില ആൾക്കാർ ഞുഴഞ്ഞു കയറി എന്ന്, ഇതേ രീതിയിലുള്ള കാര്യം ഇതിനെ മൊത്തം പ്രൊമോട്ട് ചെയ്യുക. അതായത് ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മമതാ ബാനർജിക്ക് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതല്ലാതെ അവിടുത്തെ ഒരു കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അവിടുത്തെ ന്യൂനപക്ഷ സെൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പോലെ തീവ്രവാദ സംവിധാനം മുസ്ലിങ്ങൾ ഇതെല്ലാം ഏറ്റെടുത്ത് അവരുടെ ഒരു രാജ്യമാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥ, അവരുടെ ഒരു അപ്രമാദിത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ. BJP ഇത് കാണാത്ത ഒന്നുമല്ല, നമ്മളെക്കാട്ടി കൂടുതലായിട്ട് അവർക്ക് അറിവുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ട് അവിടെ ഇടപെട്ടില്ലെങ്കിൽ, എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനും എനിക്ക് മറുപടിയില്ല. ഞാൻ BJP-യുടെ അല്ലെങ്കിൽ പ്രവർത്തകനോ അല്ലെങ്കിൽ വക്താവോ ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഒന്നുമല്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറഞ്ഞുറപ്പിക്കാം, പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ BJP-യുടെ മുന്നേറ്റം ഇത് കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോയാൽ വീണ്ടും ഒന്നേം തുടങ്ങേണ്ടി വരും. അത് വളരെ പ്രയാസവുമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.